പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എഫേസസ് ലേഖനം 1-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദ്യം തന്നെ ശ്ലീഹ ജനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അത് ബോധ്യമാവുകയുള്ളൂ. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുന്നവർ ആ ബുദ്ധിയെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. എന്നിട്ട് പറയുക, ദൈവമേ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ എൻ്റെ ബുദ്ധിയെ ഇപ്പോൾ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കണം. ഇതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടണം. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവ് കൊണ്ട് നിങ്ങൾ നിറയണം. ഇത് സ്വർഗം ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞതല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. തുടർന്നുള്ള താഴെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആന്തരിക നേത്രങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, ആന്തരികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, വെളിപാടിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ക്ലാസ്സിൽ പോയാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, ചെവി കൊണ്ട് കേട്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ക്ലാസ്സിലും അതുപോലെ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾക്കുള്ളത്. എന്നാൽ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലുള്ള സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് ഇത് വെളിപ്പെടുത്തി തരണം. ആന്തരിക നേത്രങ്ങൾ പ്രകാശിച്ച് ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കണ്ട് ഹൃദയം പ്രകാശിച്ച് ഹൃദയം കൊണ്ട് അനുഭവിച്ച് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ എല്ലാവർക്കും ഇത് പറ്റും. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് വ്യക്തമാകട്ടെ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, അപരിമേയമായ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കും. അതാണ് ജീവിതത്തിൻ്റെ നിർണായക കാര്യം. അതിന് വചനം കേൾക്കണം, അതിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം തിരുലിഖിതം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൽ 24-ാമത്തെ തിരുലിഖിതം. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അശുദ്ധരെ അത് ആത്മീയമായും ശാരീരികമായും കുടുംബപരമായും വിശുദ്ധീകരിക്കുന്ന രക്തമാണത്. സകല മണ്ഡലങ്ങളിലും വ്യത്യാസം കൊണ്ടുവരുന്ന രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ കർത്താവേ, യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തത്തിൻ്റെ ശക്തി ഇതെന്താ, എനിക്ക് കാര്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരിക്കുന്ന ശക്തിയെപ്പറ്റി മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഒരു വചനഭാഗമാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 22 വരെയുള്ള തിരുലിഖിതങ്ങൾ. എലീഷ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എലീഷ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രദേശത്തെത്തിയ സമയത്ത് അവിടെയുള്ള പട്ടണവാസികൾ മുഴുവനും എലീഷയുടെ അടുത്തേക്ക് വന്നു. എലീഷയുടെ അടുത്തേക്ക് വന്നിട്ട് എലീഷയോട് ചോദിച്ചു. എലീഷയോട് പറഞ്ഞു, പ്രഭോ പ്രഭോ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്, എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. അപ്പോൾ ജനത്തിൻ്റെ വേദന, ജനം വന്ന് ഈ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്, പക്ഷേ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവരിക. പ്രവാചകൻ പറഞ്ഞു, അതിനകത്ത് ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പിട്ടു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിക്കുക. അങ്ങനെ പ്രവാചകനെ അവർ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിച്ചു. പ്രവാചകൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ആ ഒരു പിടി ഉപ്പെടുത്ത് വാഴ്ത്തി ആ ഉറവയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഞാൻ ഈ ഉറവയെ ശുദ്ധീകരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ആ ഉപ്പ് ആ വെള്ളത്തിലേക്കിട്ടു. ആ ഉപ്പ് ആ വെള്ളത്തിലേക്കിട്ടു. തുടർന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഇന്ന് ഒരുപാട് പേര് കുമ്പസാരം കഴിഞ്ഞ് പോയി അധികം താമസിച്ചാൽ അശുദ്ധരായിരിക്കുകയാണ്. സ്വന്തം അഭ്യാസം കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മ ശക്തിയാൽ യേശുക്രിസ്തുവിന് തിരുരക്തം വഴി രൂപാന്തരപ്പെടുന്നവരുണ്ട്. അവനവൻ്റെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കും മക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അപ്പം നോക്കിയേ, ഒരു കുറച്ച് ഉപ്പെടുത്ത് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഒരു ഉറവയിലിട്ടുള്ളൂ. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ആ മണ്ണും കാലാവസ്ഥയും വെള്ളവും രൂപാന്തരപ്പെട്ടു. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. ഇപ്പം നമ്മൾ ഉപ്പിട്ടു, പ്രവാചകൻ ഉപ്പിട്ടു, വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ വേറൊന്നാണ്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടും. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി ശുദ്ധീകരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തെയും അറിയുന്നില്ല. ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ബോധമില്ലാതെ സ്വന്തം അഭ്യാസത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അപരിമേയമായ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്ന കൊണ്ടുവരുന്ന സ്വർഗത്തിൻ്റെ അത്ഭുതമായ ഇടപെടലാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം. ഈ രക്തത്തെക്കുറിച്ച് നമ്മൾ ഗൗനിക്കുന്നില്ല. യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ തന്നെ സ്വന്തം അഭ്യാസത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്, പാരമ്പര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം 18-19 അവിടെ പത്രോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിതാക്കന്മാരിൽ നിന്ന് തലമുറയായുള്ള വാശി, വൈരാഗ്യം, ദേഷ്യം, കോപം, ഭിന്നത, വിഭാഗീയത, മാത്സര്യം, ശത്രുത, ജഡികാസക്തി, ദുർമോഹങ്ങൾ, ആഭിചാരം, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ അരൂപി ശാരീരികമായ പ്രവണതകൾ, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, ചാണകം തളിച്ചിട്ടല്ല, പശുക്കിടാവിന് ഭസ്മം വിതറിയിട്ടല്ല, ഉപ്പ് ഇട്ടിട്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ചിന്തപ്പെട്ട
യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് നാം സ്വർഗത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുന്നത്. പലതവണ ഇതിങ്ങനെ പല അച്ഛന്മാരും പറയണത് കേട്ടിട്ടുണ്ട്, സെമിനാരിയിൽ ഇത് കേട്ടിട്ടുണ്ട്. എനിക്കൊരു വസ്തു മനസ്സിലായില്ല. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, ബുദ്ധിമാന്മാരുടെ അവരുടെ ആലോചനകൾ തന്നെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുടുക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളവിടെ കുടുങ്ങി കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ കുറേ കുടുങ്ങി കിടന്നതാ. നമ്മളിങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, രക്ഷ പ്രാപിക്കില്ല. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, 2000 വർഷം മുമ്പ് യേശു കുരിശിൽ മരിച്ചു, അന്ന് ചിന്തിയ രക്തമാണ് അത്. ഇന്ന് ഞാൻ ഇവിടെ 2000 വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ അട്ടപ്പാടി ഇരിക്കുക. ഈ അട്ടപ്പാടി ജെറുസലേമിൽ ചിന്തിയ, കാൽവരി ചിന്തിയ രക്തം അട്ടപ്പാടിയിൽ എങ്ങനെ വരും? അത് 2000 വർഷം മുമ്പ് ചിന്തിയതാണ്. അത് ഇപ്പം നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഇങ്ങനെ അതല്ല, ആ രക്തം വാഗ്ദാനം ചെയ്യുന്നത് ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം വാഗ്ദാനം ചെയ്യുന്നത് എനിക്ക് അങ്ങനെ പ്രാപിക്കാൻ കിട്ടും. ഞാനിപ്പോൾ അട്ടപ്പാടി ഇരിക്കുകയാണ്, എനിക്ക് കുറച്ച് മറക്കടമുഷി സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായ കാര്യം എനിക്കങ്ങനെ കിട്ടും. ഇത് ഞാൻ അട്ടപ്പാടി ഇരുന്ന് ചിന്തിക്കുകയാണ്. ഒരു വ്യക്തി അത് ഏത് കാലത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, അത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, അത് ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏത് പ്രായത്തിലുള്ളവരാണ്, കുട്ടിയാകട്ടെ യുവാവാകട്ടെ, അത് മധ്യവയസ്കനാകട്ടെ, കാർന്നവരാകട്ടെ, രോഗിയാകട്ടെ, കഴിവുള്ളവനാകട്ടെ, കഴിവില്ലാത്തവൻ, ഏത് കഠിന പാപിയാകട്ടെ, ഇതിനെക്കുറിച്ച് റോമാലേഖനം 10-ാം അധ്യായം അതിൽ 11-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നതാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. അവൻ നരകത്തിൽ പോവില്ല. അതായത് എൻ്റെ യേശു എനിക്ക് വേണ്ടി ചിന്തിയ രക്തം എന്നെ കഴുകും, എന്നെ സുഖപ്പെടുത്തും, എന്നെ വിശുദ്ധനാക്കും. എൻ്റെ ഇപ്പോഴത്തെ പാപാവസ്ഥയിൽ നിന്ന് എൻ്റെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ചപ്പോൾ ചിന്തിയ തിരുരക്തം കൊണ്ട് കഴിയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് അതരം കൊണ്ട് ഏറ്റു പറയണം. ഇത് രണ്ടും ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അതൊക്കെ ശരിയാണ്, എന്നാലും ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകണില്ല. ഹൃദയം കൊണ്ട് യേശുവെ ഞാൻ വിശ്വസിക്കുന്നു, യേശുവെ നിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുഭവം വരുന്നില്ലല്ലോ കർത്താവേ എന്ന് ഞാൻ വീണ്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് വേറെ ചില കാര്യങ്ങളും ബൈബിളിൽ നിന്ന് കാണിച്ചു തന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, സംഖ്യയുടെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിലുള്ള കുരിശുമരണം വഴി ദൈവം തൻ്റെ മക്കൾക്ക് പ്രദാനം ചെയ്യാനിരിക്കുന്ന സൗജന്യമായ വീണ്ടെടുപ്പിനെ കുറിച്ച്, നിത്യരക്ഷയെക്കുറിച്ച് ജനത്തെ മനസ്സിലാക്കാൻ വേണ്ടി സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു സംഭവം പുരാതന ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജനം മുഴുവനും മരുഭൂമിയിൽ പാപം ചെയ്ത് അതിൻ്റെ പരിണതഫലമായി സർപ്പദംശനമേറ്റ് മരിച്ചുകൊണ്ടിരുന്നു. അനേകം പേർ മരിച്ചു വീണു. വിഷമുള്ള പാമ്പ് കടിച്ചു, അനേകം പേർ മരിച്ചു വീണു. കുറേ പേര് പാമ്പ് കടിയിട്ട് മരണാസന്നരായി കിടക്കുന്നു. പാമ്പിൻ്റെ ഉപദ്രവ നിമിത്തം വലിയ കഷ്ടതയിലായി ജനം. അനേകം പേര് മരിച്ചപ്പോൾ ജനനേതാവായ മോശയും അഹ്റോനും ദൈവസന്നിധി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ജനമെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയ്ക്കും അഹ്റോനും വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു രീതിയുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, മോശ നീ കരയേണ്ട, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക, ഒരു സർപ്പത്തിൻ്റെ രൂപം നീ ഉണ്ടാക്കുക. അതിനുശേഷം ഒരു വടിയിൽ ഉയർത്തി കുത്തി നിർത്തുക മരുഭൂമിയിൽ. പാമ്പ് കടിയേറ്റ് വിഷം കയറി ശരീരം മുഴുവൻ നീലച്ച് രക്തത്തിലൂടെ, ഈ രോമകൂപത്തിലൂടെ രക്തം ഇങ്ങനെ പുറത്തേക്ക് വന്ന് മരണത്തിൻ്റെ വക്കത്തെത്തി ഇങ്ങനെ മരിക്കും എന്നുള്ള ലക്ഷണം കാണിച്ച് അത്യാസന്നരായ രോഗികളൊക്കെ, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ് പാമ്പിൻ്റെ വിഷം ബാധിച്ച ആളുകളെ കുറിച്ച് അറിയുകയോ കേൾക്കുകയോ ചെയ്ത് അവരെ നീ വേഗം ഈ പിച്ചള സർപ്പത്തിൻ്റെ ആ വടിയിൽ ഉയർത്തുന്ന സർപ്പത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവർ ആ സർപ്പത്തെ ഇങ്ങനെ നോക്കിയാൽ മതി, അവരുടെ ശരീരത്തിൽ നിന്ന് പാമ്പിൻ്റെ വിഷം അപ്രത്യക്ഷമാവും. അങ്ങനെ പെട്ടെന്ന് മോശ പിച്ചള സർപ്പം ഉണ്ടാക്കി ഒരു വടിയിൽ ഉയർത്തി നിർത്തി. ആ വടിയിൽ ഉയർത്തി നിർത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇനി ആരെങ്കിലും പാമ്പിൻ്റെ വിഷമേറ്റ് മരണാസന്നരായി രക്തവും എല്ലാം ശരീരമെല്ലാം നീല കളറായി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ഈ പിച്ചള സർപ്പത്തിൽ അവിടെ കൊടുത്ത് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജനത്തിന് നിർദ്ദേശം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നോക്കിയവരെല്ലാം അവരുടെ ശരീരത്തിൽ നിന്ന്
പാമ്പിൻ്റെ വിഷം നീക്കം ചെയ്യപ്പെടുകയും അവരുടെ മരണം അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും അവർ ജീവിക്കുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങൾ യേശു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണം വരിക്കാനാണ് പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. അപ്പം യേശു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ മരത്തിൽ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ കുരിശിൽ കിടന്ന് മരിക്കും. ഞാൻ ഭൂമിയിൽ മരത്തിൽ ഉയർത്തപ്പെടും. അപ്പോൾ പാപത്തിൻ്റെ ദംശനമേറ്റ് പാപത്തിൻ്റെ ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ പാപത്താൽ അശുദ്ധമാക്കപ്പെട്ട് നിത്യമായി നശിച്ചു പോയ ആത്മാക്കളുണ്ടെങ്കിൽ ആ ആത്മാക്കൾ രക്ഷപ്പെടാൻ പറ്റാതെ വേദനിക്കുന്ന ആത്മാക്കൾ ക്രൂശിതനായ യേശുവിനെ നോക്കി കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുവേ എന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് യേശുവിലേക്ക് ഒരു വ്യക്തി തന്നെ ഹൃദയം ഉയർത്തിയാൽ, ഒരു വ്യക്തി യേശുവിനെ കുരിശിൽ മരിച്ച യേശുവിനെ നോക്കി തൻ്റെ ദയനീയ സ്ഥിതി ഓർത്ത് വിലപിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തത്തിലൂടെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അത്ഭുതകരമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കാൻ ദൈവം ഇടവരുത്തും. റോമാലേഖനം 10-ാം അധ്യായം 7 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് യേശുവിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക? ഇതായിരുന്നു എൻ്റെ സംശയം. യേശു 2000 വർഷം മുമ്പ് മരിച്ചതാണ്, യേശുവിൻ്റെ രക്തം 2000 വർഷം മുമ്പ് ചിന്തിയതാണ്. ഞാനിപ്പോൾ അട്ടപ്പാടിയിലാണ്, എനിക്കിപ്പോൾ ചില ദുർസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഈ യേശുവിൻ്റെ കുരിശുമരണം എൻ്റെ ജീവിതത്തിലേക്ക് ആരാണ് കൊണ്ടുവരിക? ഞാൻ നായ്ക്കമ്പറമ്പടിച്ചിൻ്റെ അടുത്തേക്ക് പോയാൽ മതിയോ? ഞാൻ പനക്കലച്ചിൻ്റെ അടുത്തേക്ക് പോയാൽ മതിയോ? ഞാൻ ആരുടെ അടുത്തേക്ക് പോകും? ആരാണ് യേശുവിൻ്റെ രക്ഷ എന്നിലേക്ക് കൊണ്ടുവരിക? ആ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം. എനിക്ക് വേണ്ടി ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആരെനിക്ക് വേണ്ടി കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ആര് പാതാളത്തിലേക്ക് ഇറങ്ങും? അങ്ങനെ നീ ചിന്തിക്കണ്ട. എന്നിട്ട് തുടർന്ന് 9 മുതലുള്ള തിരുലിഖിതങ്ങൾ, ആകയാൽ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അവിടെ യേശുവുണ്ട്. നീ വേറൊരാളെ, ഒരു മനുഷ്യനെ ഞാൻ ആശ്രയിക്കാൻ നിൽക്കണ്ട. ആരാണ് എനിക്ക് വേണ്ടി യേശുവിനെ എൻ്റെ അടുത്ത് കൊണ്ട് തരിക? എനിക്ക് ആ രക്ഷ വേണം. എനിക്ക് ആ രക്ഷ കിട്ടാൻ വേണ്ടി ആരാണ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പോയി യേശുവിനെ എനിക്കൊന്ന് കൊണ്ടുവന്ന് തരണത്? ആരാണ് എനിക്ക് വേണ്ടി യേശുവിനെ എൻ്റെ അടുത്തൊന്ന് എത്തിച്ചു തരിക? അങ്ങനെ ഇനി നിങ്ങൾ ചിന്തിച്ചിരിക്കരുത്. തുടർന്ന് 11-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ ഇവിടെ വ്യത്യാസമില്ല. നിങ്ങളൊരു സ്ഥിരം പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി ആയിരിക്കാം. എന്തു ആകട്ടെ, ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ ആത്മാർത്ഥ ആഗ്രഹമാണ്, എനിക്ക് യേശുവിനൊന്ന് വേണം, യേശു കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ രക്ഷ എനിക്കൊന്ന് വേണം. അങ്ങനെ ആത്മാർത്ഥ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുരിശ് രൂപ എടുത്ത് നിങ്ങളുടെ മുറിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുക, കുരിശിൽ മരിച്ച യേശുവിനെ ധ്യാനിക്കുക. എന്നിട്ട് യേശുവിലേക്ക് കണ്ണുകൾ ഉയർത്തി, യേശുവേ, അങ്ങാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, അങ്ങാണ് എൻ്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ എനിക്ക് വേണ്ടി ഏറ്റെടുത്തത്, അങ്ങ് കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും അങ്ങയുടെ കുരിശ് മരണത്തിലൂടെ എൻ്റെ പാപങ്ങൾ അവിടുന്ന് കഴുകിയെന്നും അങ്ങ് എൻ്റെ രക്ഷിതാവാണെന്നും ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, ആദരം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സകല പാപങ്ങൾ നമ്മളെ കഴുകാൻ കഴിയും യേശുവിൻ്റെ രക്തത്തിന്. ഇന്ന് നമ്മൾ കഴുകപ്പെടാതിരിക്കുന്നതിന് കാരണം നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയാണ്, നമ്മുടെ സ്വന്തം രീതികളെ ആശ്രയിക്കുകയാണ്. എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തെ അംഗീകരിക്കുന്നില്ല. എനിക്ക് വേണ്ടി കുരിശ് മരിച്ചെൻ്റെ യേശുവിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. എൻ്റെ യേശുവിന് എന്നെ പൂർണ്ണമായും കഴുകാൻ പറ്റും. എത്ര കൊടിയ തിന്മയിലൊരു വ്യക്തിയാണെങ്കിലും എന്നെ കീഴ്മേൽ മാറ്റി എന്നെ സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടുത്താൻ എൻ്റെ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആ ദാനധർമ്മങ്ങൾക്ക് നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ കഴിവില്ല. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഒരുപാട് സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ സൽകൃത്യങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിവില്ല. നിങ്ങൾ ഒരുപാട് ഉപവാസം എടുക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഉപവാസങ്ങൾക്ക് നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. നിങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ജെന്റിലായ നല്ല നല്ല സൽകൃത്യങ്ങൾ, നല്ല നല്ല മാന്യമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളുടെ മാന്യതയ്ക്കും നിങ്ങളുടെ സൽസ്വഭാവത്തിനും
നിങ്ങളുടെ നൊബിലിറ്റിക്കും നിങ്ങളുടെ ജെന്റിൽനെസ്സിനും നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ കഴിവില്ല. നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ദൈവവചനം കാണിച്ചു തരുന്നുള്ളൂ. അത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് കഴുകി സ്വർഗസ്ഥനായ പിതാവിന് യോഗ്യമായ നിത്യജീവന് യോഗ്യമായ ജീവിതമാക്കി മാറ്റാനുള്ള കഴിവുള്ളൂ. എന്നുവെച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനാൽ ഞാൻ നിങ്ങൾ കഴുകപ്പെട്ടാൽ, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ നിങ്ങൾ കഴുകപ്പെട്ടാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്? എൻ്റെ യേശുക്രിസ്തു എന്നെ വിശുദ്ധനാക്കുമ്പോൾ സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ സ്ഥിതി, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശു എന്നെ കഴുകി എന്നെ വിശുദ്ധനാക്കി കഴിയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ സ്ഥിതി, ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലെയാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ സ്ഥിതി. ഗലാത്യ ലേഖനത്തിൽ 3-26 വാക്യം, ഗലാത്യ ലേഖനം 3-26 വാക്യം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്താൽ അദ്ദേഹം ദൈവപുത്രനാണ്. ദൈവപുത്രനാണ്. പ്രവാചകനാണ് വലുത്. പ്രവാചകനായ യേശയ്യ ഒന്നുമല്ല, പ്രവാചകൻ ജെറമിയ ഒന്നുമല്ല, ദൈവപുത്രന്മാരാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രവാചകനായ യേശയ്യായേക്കാളും ജെറമിയായേക്കാളും പണ്ടുണ്ടായിരുന്ന വലിയ വലിയ ജ്ഞാനിയായ സോളമനേക്കാളൊക്കെ വലിയ ഒരു സ്ഥിതിയിലേക്ക്, എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത പോലെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് അതേപോലെ യേശു ക്രിസ്തുവിനെ ഒപ്പം ഇരുത്തുക പിതാവായ ദൈവസ്വർഗത്തിൽ. അതുകൊണ്ട് ഈ രാത്രി പിതാവായ ദൈവം ഈ സമൂഹത്തിലുള്ള എല്ലാ മക്കളുടെ മേലെ ഒരു കൃപ വർഷിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ വിശ്വാസം വഴി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ സഭ വീണ്ടും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തെയും ഞാനും നിങ്ങളും അറിഞ്ഞാൽ അന്ന് തൊട്ട് ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കും തോറും നമ്മുടെ ഹൃദയം ശിലാതുല്യമായ ഹൃദയം മാംസള ഹൃദയമായി മാറും. കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയം പോലെയാവും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന മകനെ, മകളെ, നിൻ്റെ മുഖം ഇന്ന് വാടിയിരിക്കുകയാണോ? നിൻ്റെ ഹൃദയം ഇന്ന് വാടിയിരിക്കുകയാണോ? എങ്കിലൊരു കാരണമേ ഉള്ളൂ, നീ നിത്യജീവൻ സ്വന്തമാക്കിയിട്ടില്ല. ഒരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ചെറുപ്പം മുതൽ എല്ലാ കൽപ്പനകളും എല്ലാ പ്രമാണങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. എല്ലാ കൽപ്പനകളും എല്ലാ പ്രമാണങ്ങളും ചെറുപ്പം മുതലേ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഗുരു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനെ സ്നേഹപൂർവ്വം നോക്കി എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് യേശു ക്രിസ്തുവാണ്. നിത്യജീവനായ യേശുവിനെ സ്വന്തമാക്കിയിട്ടില്ല. മാന്യനാണ്, ജെന്റിൽമാനാണ്, സൽസ്വഭാവിയാണ്, നൊബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല രീതി, നല്ല ജീവിതം, നല്ല സൽകൃത്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിത്യജീവനായ യേശുവിനെ സ്വന്തമാക്കിയിട്ടില്ല. ഈ രാത്രി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും സാധിക്കില്ല. കാരണം രണ്ടുപേർ ഒരുമിച്ചിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവിടെ കിടക്കും. താറാവും പട കിടക്കണം, അല്ല അവിടെ കിടക്കും. ഉയർന്ന് പറക്കാൻ കഴിയില്ല. 5-10 കന്യകമാരുണ്ടായിരുന്ന 5 എണ്ണം അവിടെ കിടക്കും. 5 എണ്ണം മണവാളിനോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഒരുപാട് ആകുലപ്പെടുകയാണ്. നിങ്ങളിൽ അനവധി പേർ നിത്യമണവാളനായി യേശു വരുമ്പോൾ നിത്യജീവൻ അയോഗ്യരാക്കി, തങ്ങളെ തന്നെ അയോഗ്യരാക്കി, കടിഞ്ഞൂൽ പുത്താവകാശം വിറ്റ് കളഞ്ഞ ഏസാവിനെ പോലെ ആയിരിക്കില്ലേ എന്ന് ഞാൻ ആകുലപ്പെടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-12 തിരുലിഖിതങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. എന്നാൽ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള
അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുലിഖിതങ്ങൾ, കൊറാസീൻ, ബെത്സൈദ, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ നിത്യജീവൻ സ്വന്തമാക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീതോന്റെയും സ്ഥിതി നിങ്ങളതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടുവോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓരോ വചനപ്രഘോഷം നടക്കുമ്പം, ഓരോ തവണ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുമ്പോൾ, ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നുണ്ട്. ഓരോ അടയാളങ്ങളും ഓരോ അത്ഭുതങ്ങളും കഠിനമായ ശിലാതുല്യമായ ഹൃദയങ്ങളെ ദൈവം തൊട്ട് വിളിക്കുന്ന സമയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ പൈസ ആശുപത്രി കൊടുക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവ് ചുരുക്കാൻ വേണ്ടി കർത്താവ് ചെയ്തു തരുന്നതല്ല. എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും മാനസാന്തരത്തിലേക്ക് ദേശത്തിനുള്ള വിളിയാണത്. അത്ഭുതങ്ങളും അടയാളം ലഭിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല മർത്യർക്കും മാനസാന്തരത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും സ്വർഗം വിളിക്കുന്ന വിളിയാണത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എൻ്റെ പിതാവേ, ഈ രാത്രി യേശു ക്രിസ്തുവിന് ചിന്തപ്പെട്ട രക്തത്താൽ എന്നെ കഴുകണമേ. ഞങ്ങൾ വെറും സാധുക്കളാണ് കർത്താവേ, സാധുക്കളാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞങ്ങൾ കുറേ നന്മ ചെയ്തും ഞങ്ങൾ കുറേ ദുർസ്വഭാവങ്ങൾ മാറ്റിയും കാലം കഴിച്ച് നരകത്തിൽ പോയി കിടക്കും കർത്താവേ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് പരിശുദ്ധാത്മാവിനെ വർഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തിരുരക്തത്തിന് കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും ഇപ്പോൾ പിതാവേ, ലോകത്തിലുള്ള എല്ലാ ബലിപീഠങ്ങളും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ആബാ പിതാവിനെ ഉച്ചത്തിൽ വിളിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പിതാവേ, നിന്തിരുമുമ്പിൽ കാഴ്ചയുടെ പിതാവേ, ഇതാ ഞങ്ങളെ ഒന്നിച്ച് സമർപ്പിക്കുന്നു. മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ കർത്താവിനെ ഈ സമയം മുട്ടിന്മേൽ നിന്ന് ഹൃദയം നുറുങ്ങി ഏറ്റു പറയുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ, യേശുവേ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശു അവനാരിലും വലിയവൻ. യേശു, 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 യേശു അവനാരിലും മതിയായ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, യേശു, യേശുവേ, യേശു, യേശുവേ അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ, അവനാരിലും മതിയായവൻ.